ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ആ നടയിൽ തൊഴാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരാറുണ്ടോ? കരയണമെന്ന് വിചാരിച്ചിട്ടായിരിക്കത്തില്ല, പക്ഷേ നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് കരച്ചിൽ വരും. ഗുരുവായൂർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും കൃഷ്ണനമ്പലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ തന്നെ കരച്ചിൽ വരാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. വളരെ സാത്വികരായിട്ടുള്ള ഭക്തരാണ് നിങ്ങൾ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ഭഗവാന്റെ ദർശന പുണ്യം കിട്ടുമ്പോൾ തന്നെ കരച്ചിൽ വരികയുള്ളൂ. പലരും ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യം പോലും മറന്നു പോവാറുണ്ട്. ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോകും. പക്ഷെ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നത്. ശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ ലക്ഷണമാണ് ഭഗവാനെ തൊഴുമ്പോൾ കരച്ചിൽ വരുന്നത്. നിങ്ങൾ അത്രത്തോളം ഭഗവാനെ സ്നേഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഭക്തന്റെ സ്നേഹമാണ് ഭഗവാന്റെ ഊർജം എന്ന് പറയുന്നത്. ഭക്തര് തൊഴാൻ ചെല്ലുന്നത് മാത്രമല്ല, ഭക്തര് ഭഗവാനെ സ്നേഹിക്കുന്നതാണ് ഭഗവാന് വേണ്ടത്. നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് സമാധാനത്തിനും എപ്പോഴും സാത്വികമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ആണല്ലേ. അപ്പോൾ അത്ര നിർമ്മലമായ മനസ്സോടുകൂടി ചെല്ലുമ്പോൾ ഭഗവാനും നമ്മളെ തിരിച്ച് നന്നായിട്ട് അനുഗ്രഹിക്കും. അതിന്റെ ലക്ഷണമാണ് ഈ കണ്ണീര്. നിങ്ങൾ കരയുമ്പോൾ ഒരിക്കലും കണ്ണുനീര് ആ അമ്പലത്തിനുള്ളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടി ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ കരച്ചിൽ വരികയാണെങ്കിൽ അപ്പോഴേ തുടച്ചു മാറ്റുക. കാരണം നമ്മളുടെ ദേഹത്തു നിന്നുള്ള ഒരു മലങ്ങളും അമ്പലത്തിനുള്ളിൽ വീഴരുത്, അത് അശുദ്ധിയാവും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയും വേണ്ട. അയ്യോ കരഞ്ഞു പോയാൽ പ്രശ്നമാണോ എന്ന് പേടിക്കരുത്. കരയട്ടെ, നന്നായിട്ട് കരയണം. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം അവിടെ തീരുകയാണ്. മനസ്സ് തുറന്ന് നിങ്ങൾക്ക് കരയാൻ പറ്റുന്നത് എപ്പോഴും ദൈവത്തിന് മുമ്പിൽ മാത്രമാണ്. ദൈവം മാത്രമാണ് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പേടിച്ച് കരയാതിരിക്കരുത്, കരയണം. പക്ഷേ കണ്ണുനീര് നമ്മുടെ ആ ഒരു നടയിലോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ തറയിലൊന്നും വീഴാൻ പാടില്ല. പെട്ടെന്ന് തുടച്ചു മാറ്റുക. അമ്പലത്തിൽ പോകുമ്പോൾ മുടി അഴിച്ചിടരുതെന്ന് നമ്മൾ പറയാറില്ലേ, മുടി കെട്ടി വെക്കണം. അതുപോലെ ബ്ലഡ് ഒന്നും അമ്പലത്തിൽ വീഴാൻ പാടില്ല. കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വീഴാതിരിക്കുക. ഇതെല്ലാം അശുദ്ധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണുനീരും വീഴരുതെന്നാണ് അഭിപ്രായം. അത് തുടച്ചു മാറ്റുക. പക്ഷെ നിങ്ങൾക്ക് ഭഗവാനെ കണ്ടപ്പോൾ തന്നെ കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അനുഗ്രഹീതരായിട്ടുള്ള ഭക്തരാന്ന് പറയാം. ആ ഒരു ഭാഗ്യമൊന്നും ഒരുപാട് പേർക്കൊന്നും കിട്ടത്തില്ല. ചിലർ ജസ്റ്റ് ഒന്ന് തൊഴുത് എങ്ങനെയെങ്കിലും ഇടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കി തൊഴണം എന്നുള്ള ആഗ്രഹം ഉള്ളവരായിരിക്കും. അങ്ങനെയല്ല, കണ്ട് സ്നേഹത്തോടെ കണ്ണ് നിറഞ്ഞെന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്ന് കരുതി എപ്പോഴും തൊഴാൻ പോകുമ്പോൾ നമുക്ക് കണ്ണീര് വരണമെന്നില്ല. ഇപ്പൊ എല്ലാ മാസവും അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അങ്ങനെ കണ്ണീര് വരണമെന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോഴായിരിക്കും പലർക്കും പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. അപ്പോൾ എല്ലാ മാസവും തൊഴാൻ പോകുന്ന ആൾക്ക് എനിക്ക് കണ്ണീര് വന്നില്ലല്ലോ, എനിക്ക് ഭക്തിയില്ലല്ലോ ഒന്നും കരുതരുത് കേട്ടോ. ചില ആളുകൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിലായിരിക്കും ശ്രദ്ധ. ഇപ്പൊ കുട്ടികൾ തൊഴാൻ കൂടെ ഉണ്ടെങ്കിൽ അവര് കൈവിട്ടു പോകുമോ എന്നുള്ള രീതിയിൽ ടെൻഷൻ കൊണ്ട് കോൺസെൻട്രേഷൻ പോകാറുണ്ട്. അപ്പൊ അവർ കരയണമെന്നില്ല. അതൊന്നും ഭക്തിയില്ല എന്നല്ല അർത്ഥം കേട്ടോ. നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിന് മനഃപൂർവ്വം കരച്ചിലൊന്നും വരുത്തരുത്. അത് നാച്ചുറലായിട്ട് വരേണ്ടതാണ്. ചില സ്ത്രീകൾ അമ്പലത്തിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ ചെയ്യരുത്. സ്ത്രീകൾ സാഷ്ടാംഗം പ്രണമിച്ചുകൂടാന്നാണ്. നമുക്ക് മുട്ടുകുത്തി തറയിൽ തൊട്ട് നമിക്കാവുന്നതാണ്. അത് മാത്രം ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് കുനിഞ്ഞ കൈകൊണ്ട് തറയിൽ തൊട്ട് തൊഴുന്നതും ഭഗവാന്റെ കാൽക്കൽ അനുഗ്രഹം തൊട്ട് വണങ്ങുന്നതിന് തുല്യമാണ് കേട്ടോ. ഭഗവാനെ കാണാൻ പോകുമ്പോൾ മനസ്സിൽ ഓ നമോ നാരായണ, ഓ നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ, ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് കയറുക. ആ സമയത്ത് സംസാരിക്കാൻ ഒന്നും പാടില്ല, വേറൊന്നും ചിന്തിക്കാൻ പാടില്ല. ഭക്തിയിൽ ഭഗവാനെ ആരാധിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിൽ നിൽക്കുക. ഭഗവാനെ നാമജപങ്ങൾ കൊണ്ട് മൂടുക. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഓ നമോ നാരായണ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും പ്രാവശ്യം തൊഴാൻ അമ്പലത്തിന്റെ ആ ഒരു നടയിൽ എത്തുന്നിടം വരെ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കാം, ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാം. നമ്മൾ കാണാറില്ലേ, തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഭക്തരൊക്കെ ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും, ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. ആ രീതിയിലാണ് ഒരു ഗോവിന്ദ വിളിക്കുന്നത്. അതുപോലെ അയ്യപ്പന്മാര് നമ്മുടെ സ്റ്റേറ്റിനേക്കാളും മറ്റ് സ്റ്റേറ്റുകാരാണ് സ്വാമിയെ ശരണമയ്യപ്പ. ഒരാൾ സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഏറ്റു ശരണയ്യപ്പ പറയും. പക്ഷെ കേരളത്തിലെ അമ്പലങ്ങളിൽ മലയാളികൾ പൊതുവെ അങ്ങനെ നാമമൊന്നും ജപിക്കാറില്ല. വളരെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പതിയൊക്കെയാണ് നാമം ജപിക്കുന്നത് അല്ലേ. അങ്ങനെയല്ല. നമ്മൾ അമ്പലത്തിൽ എന്താണ് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും ചമ്മലോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഭഗവാൻ ഓ നമോ നാരായണ നിങ്ങൾക്ക് ഉറക്കെ ചൊല്ലാം ധൈര്യമായിട്ട്. അത് കേട്ട് 10 പേരെങ്കിലും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും പുണ്യമല്ലേ. അത്രയും ചൊല്ലുന്നത് ഒരു പുണ്യമല്ലേ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഒരു വലിയൊരു പുണ്യമാണ്. സോ നിങ്ങൾ പരമാവധി ആ ഒരു നാമം കൂടി ജപിച്ച് തൊഴാൻ ശ്രമിക്കുക.